കൂട്ടുകാരെ, നമുക്കൊരു കഥ കേട്ടാലോ? കഥയുടെ പേരാണ് ഉറങ്ങുക സൗന്ദര്യം. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അറോറ രാജകുമാരിയുടെ കഥയാണിത്. ദുഷ്ടമന്ത്രവാദിനിയാൽ ശപിക്കപ്പെട്ട രാജാവിന്റെയും രാജ്ഞിയുടെ മകൾ അവളുടെ മാതാപിതാക്കൾ ക്ഷണിക്കാത്തതിനാൽ ഒരു സ്പിന്നിംഗ് ചക്രത്തിന്റെ സ്പിൻഡലിൽ നിന്ന് കുത്തുക അവളുടെ നാമകരണത്തിന്റെ മാലാക. ഭാഗ്യവശാൽ ക്ഷണിക്കപ്പെട്ട നല്ല യക്ഷികളിൽ ഒരാൾ ക്രൈസ്റ്റിനെ സഹായിക്കാൻ കഴിഞ്ഞു. രാജകുമാരി ഇപ്പോഴും ഉണ്ടായിരിക്കണം. കുത്തേറ്റാൽ അവൾ മരിക്കില്ല, 100 കൊല്ലം ഉറങ്ങും. അവൾ അനുഗ്രഹിക്കപ്പെട്ട് മറ്റു നല്ല യക്ഷികൾ അങ്ങനെ സുന്ദരിയും ദയയും അനുസരണയുള്ളവളുമായി വളർന്നു ബ്രിയാൻ റോസ് എന്ന് പലപ്പോഴും വിളിക്കപ്പെട്ടിരുന്ന ഒരു പെൺകുട്ടി. പ്രവചിച്ചതുപോലെ അവളുടെ 16ാം ജന്മദിനത്തിൽ അറോറയ്ക്ക് കുത്തേറ്റു. ഒരു കറങ്ങുന്ന ചക്രത്തിൽ വിരലിൽ പിടിച്ച് ഗാഢനിദ്രയിലേക്ക് വീണു. കോട്ടയിലെ പുരുഷനും സ്ത്രീയും കുട്ടിയും മൃഗവും. 100 വർഷങ്ങൾക്കു ശേഷം ഒരു യുവരാജകുമാരൻ അവിടെ എത്താൻ ശ്രമിച്ചു. ഇത്രയും നേരം ഉറങ്ങിക്കിടക്കുന്ന പ്രശസ്തമായ സൗന്ദര്യം കാണാനായി. അവളെ കണ്ടപ്പോൾ അവൻ അവളുടെ സൗന്ദര്യത്തിൽ അമ്പരന്നു. ഒരു ചുംബനത്തിനായി ചാഞ്ഞു. ഇത് ഈ ശാപം മാറി. താമസിയാതെ കോട്ടയിലെ എല്ലാവരും അവരുടെ നീണ്ട കാലപ്പഴക്കത്തിൽ നിന്ന് ഉണർന്നു. 100 വർഷത്തെ ഉറക്കം. രാജകുമാരനും രാജകുമാരിയും വിവാഹിതരായി. രാജ്യം വീണ്ടും സന്തോഷവും സമാധാനവും. തിന്മയ്ക്ക് കഴിയുമെങ്കിലും ഉറക്ക സൗന്ദര്യം നമ്മെ പഠിപ്പിക്കുന്നു. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നു. നല്ലത് ഇടപെടുമ്പോൾ അത് ആഘാതം ലഘൂകരിക്കും. അവസാനം തിന്മ ജയിക്കപ്പെടും.